ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല റാഗി ലഡുവിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി നോക്കിയാലോ. ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1.5 കപ്പ് റാഗി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും രക്തക്കുറവുള്ളവർക്കൊക്കെ ഡെയിലി ഓരോന്ന് കഴിച്ചാൽ നല്ലതാണ്. കാരണം റാഗിയാണ്. റാഗിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. പ്രോട്ടീൻ റിച്ച് ആണ്, കാൽസ്യം റിച്ച് ആണ്, എല്ലുകൾക്ക് ശക്തി കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ളതൊക്കെ മാറാനൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തിട്ട് ആ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലിനിയും കുറേ സാധനങ്ങൾ ആഡ് ആവാനുണ്ട്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ അളവ് കുറക്കണമെങ്കിൽ കുറക്കാം. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും വേറെ ലെവൽ ടേസ്റ്റാണ്. ഗീ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. കുറക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞു വരും ആ ഗീ ഒഴിക്കുന്ന സമയത്ത്. ഇതാ 3 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഈ റാഗീൻ്റെയും അതുപോലെ തന്നെ നെയ്യുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഇതാ 1 കപ്പ് കടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിയ കടലയാണ്. എല്ലാ സാധനത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതും നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഈ കളറ് മാറി വരില്ലേ, കടലക്കൻ്റെ കളറൊക്കെ മാറി വരുന്ന റോസ്റ്റ് ആയിരുന്ന സമയത്ത് നമുക്കിത് മാറ്റി കൊടുക്കാം. അത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കടലക്ക അറിയാലോ, കടലയ്ക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഈ പാത്രത്തിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് നല്ല കാൽസ്യം റിച്ച് ആണ്. 3/4 കപ്പ് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ളും അതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതാ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം. എല്ലാം തന്നെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 300 ഗ്രാം അളവിൽ ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര പാനി ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ചൂടുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു നൂൽ പരുവത്ത് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള ടൈം വരെ നമുക്ക് നോക്കാം. ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ അതിങ്ങനെ താഴെ പോയിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ പരുവം വേണ്ടത്. നമുക്കിത് ചെക്ക് ചെയ്യുമ്പോൾ സ്പൂണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പരുവം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് താഴേക്ക് പോയി നിൽക്കുന്നെങ്കിൽ അത്ര മതി. ആ സമയം തന്നെ നമുക്കിത് ഓഫാക്കി അരിച്ച് മാറ്റി എടുത്ത് വെക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കടലക്ക നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ കടലക്ക പൊടിച്ചെടുക്കാം.
ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് എള്ള് പൊടിച്ചെടുക്കാം. എള്ള് നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് തരി തരി ആയിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. കാണുന്ന സമയത്ത് ഒരു തരി തരിയോടെ പൊടിച്ചെടുത്താൽ മതി. ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നേരത്തെ ഗീയിൽ വറുത്ത് വെച്ച റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി അരിച്ചു ഉപയോഗിക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അതുപോലെ തന്നെ മറ്റേ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്മഗ് ചേർത്ത് കൊടുക്കാം. നമ്മളെ ജാതിക്ക പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളതെങ്കിൽ ചുക്ക് പൊടിയോ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെടുന്നു വരില്ല. ഇനി ഇതിലേക്ക് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. വേഗം തന്നെ നമുക്കിത് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. സാധാരണ പാത്രത്തിലിട്ടിട്ട് ട്രേയിലിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വിളർച്ചയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അനീമിക്കായ വലിയവർക്കും എല്ലാവർക്കും ഇത് ഓരോന്ന് ഡെയിലി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആർക്കും അങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ല. റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികൾ, പിന്നെ കടലൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. ഗ്രോത്ത് ഹോർമോണെല്ലാം വർദ്ധിക്കാൻ, വളർച്ച വരാനൊക്കെ നല്ലതാണ് കടല ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്നത്. നല്ല ഷേപ്പാക്കിയിട്ട് നമുക്ക് എടുക്കാം. കഴിക്കാൻ കഴിയാത്ത കുട്ടികളും ഇതിനെ ഇഷ്ടപ്പെടാത്ത കുട്ടികളും എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ലഡുവാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. നല്ല ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.